ഇത് എല്ലാ അച്ഛനമ്മമാർക്കുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നിങ്ങളുടെ കുട്ടികൾ ടി വി അടുത്തിരുന്നിട്ടാണോ കാണാറ്? ബുക്ക് വായിക്കുമ്പോൾ, മൊബൈൽ നോക്കുമ്പോൾ വളരെ അടുത്ത് വെച്ചിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്? എന്തെങ്കിലും ഒരു സാധനം നോക്കുമ്പോൾ ഒരു കണ്ണ് അടച്ചു വെച്ചിട്ടാണോ ചെയ്യാറ്? ടി വി കാണുമ്പോൾ തല ചെരിച്ചു വെച്ചിട്ടാണോ ചെയ്യാറ്? ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അതോ കണ്ടിട്ടും നിങ്ങളൊന്നും പറയാത്തതാണോ? എന്നാൽ നിങ്ങൾ ഇതെല്ലാം ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മണ്ടത്തരം ഞാൻ പറയുള്ളൂ. കാരണം ഇതെല്ലാം ഒരു കാഴ്ചക്കുറവിൻ്റെ ക്ലാസിക് സിംറ്റംസ് ആണ്. നിങ്ങൾ ഇത് ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ഫ്യൂച്ചറിന് അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ ഇത് പാരൻസിന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറയാം. നോർമലി ഒരു കുട്ടി 3 വയസ്സാകുമ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ് ഐ ടെസ്റ്റ് ചെയ്യണം എന്നാണ്. അതുകൂടാതെ തന്നെ വീട്ടിൽ അച്ഛൻ, അമ്മ ഇവരാരെങ്കിലും കണ്ണട യൂസ് ചെയ്യുന്നവരാണ്, ചെറുപ്പം മുതൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കുട്ടിക്ക് 1 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഐ ചെക്കപ്പ് ചെയ്യണം. അതുപോരാതെ കുട്ടി പ്രീമെച്യൂർ ബേബി ആണെങ്കിൽ, അഥവാ കുട്ടി മാസം തികയാതെ പ്രസവിച്ച കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് 30 ദിവസത്തിനുള്ളിൽ ഒരു നല്ല റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് അവരുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും. ഒരു കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെന്ന് വിചാരിക്കുക. ആ കുട്ടി സ്കൂളിലേക്ക് പോയി ബോർഡിൽ നിന്ന് ബുക്കിലേക്ക് പകർത്തുമ്പോൾ വരുന്ന മിസ്റ്റേക്ക്, അതുകൂടാതെ തന്നെ ബുക്ക് വായിക്കുമ്പോൾ തന്നെ വരുന്ന തലവേദന, കണ്ണിൽ കൂടെ വെള്ളം വരൽ, ഇതൊക്കെ കൊണ്ട് തന്നെ കുട്ടിൻ്റെ പഠനം നന്നായിട്ട് ബാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ മാർക്ക് കുറയാനും ചാൻസസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ആ കുട്ടികൾക്ക് ഫിസിക്കലി സ്പോർട്സ്, ഓട്ടം, ചാട്ടം, കളികൾ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സോഷ്യൽ ഗാദറിങ്ങിലായാലും അവരെ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇതെല്ലാം കണ്ടുപിടിച്ച് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കടമ നമ്മൾ പാരൻസിന് തന്നെയാണ്. സോ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും, ഓട്ടത്തിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, സോഷ്യൽ ഗാദറിങ്ങിൽ ഭയങ്കര കോൺഫിഡൻസോട് സംസാരിക്കാനുള്ള ഒരു സംഭവമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് ടി വി കാണുന്നത്? അവർ സ്പോർട്സിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പങ്കെടുക്കുന്നുണ്ടോ? ഒരു സോഷ്യൽ ഗ്യാതറിങ് വരുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, എല്ലാ കുട്ടികളെയും നല്ല രീതിയിൽ ഒരു ഐ ടെസ്റ്റ്, ഒരു കംപ്ലീറ്റ് ഐ ടെസ്റ്റ് നിങ്ങളെല്ലാവരും ചെയ്യിപ്പിക്കുക. അപ്പോൾ